മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിൽ പടയപ്പ എത്തി. കാട്ടാനക്കൂട്ടത്തോടൊപ്പം ചേർന്നാണ് പടയപ്പയുള്ളത്. RRT ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ JNJയുടെ നേതൃത്വത്തിൽ ആനയെ നിരീക്ഷിക്കുന്നു. പടയപ്പയുടെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങിയിരിക്കുന്നു. ഇക്കുറി മറ്റാനകൾ കൂടി കൂട്ടത്തിലുണ്ട്. ആനയെ തുരത്താനുള്ള ശ്രമങ്ങളുണ്ടോ? ജിൽസി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പ മതപ്പാടിലാണ്. ഈ ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും റോഡിലും ഒക്കെ എത്തി പടയപ്പ ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ആളുകളെ ഭീതിയിലാക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുന്ന പടയപ്പ ശാന്തനാണ്. പടയപ്പ കാട്ടാനക്കൂട്ടത്തോടൊപ്പം ചേർന്നിരിക്കുന്നു. ഇടുക്കി മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിലാണ് ഇപ്പോൾ നിലവിൽ ആന ഉള്ളത്. ഈ കുട്ടിയാനകളടക്കമുള്ള കാട്ടാനക്കൂട്ടത്തോടൊപ്പം ആണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസമായി പടയപ്പ ഉള്ളത്. പൊതുവെ ശാന്ത സ്വഭാവത്തിലാണ് ഇപ്പോൾ നിലവിൽ. RRT ഈ പടയപ്പ 24 മണിക്കൂറും നിരീക്ഷിക്കുന്നുണ്ട്. കാരണം മതപ്പാടിലായതിനെ തുടർന്ന് പടയപ്പ ഒരു പൊതുവെ അല്പം അക്രമ സ്വഭാവമൊക്കെ കാണിച്ചതിനെ തുടർന്നാണ് RRT 24 മണിക്കൂറും നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. RRT ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ JNJയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ആനയെ നിരീക്ഷിച്ചു വരുന്നത്. ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പൊതുവെ ഈ കാട്ടാനക്കൂട്ടത്തോടൊപ്പം കഴിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കാട്ടാനക്കൂട്ടത്തോടൊപ്പം സസുഖം പടയപ്പ കഴിയുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. പടയപ്പ വീണ്ടും മൂന്നാറിൽ എത്തിയിരിക്കുന്നു. മതപ്പാടിലാണ് പടയപ്പയുള്ളത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിന്റെ ഒരു നിരീക്ഷണമുണ്ട്. എന്നാൽ നിലവിൽ ശാന്തനായി കാണപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് സിജോ വർഗീസ് പങ്കുവച്ചത്.